സീസൺ 7 ഒരു കണ്ടസ്റ്റന്റ് വിജയിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ലേഡി ബിഗ് ബോസ് വിജയിച്ചിരിക്കുന്നത് എത്ര ശതമാനം ലീഡിനാണെന്ന് പ്രോപ്പറായിട്ടൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല. അതിങ്ങനെ മാറ്റിയും മറിച്ചും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഉള്ള ഒരു ഉടായ്പ പരിപാടിയാണ് ബിഗ് ബോസ് ഇത്തവണയും കാണിച്ചത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ മുൾമുനയിൽ നിർത്തുന്നത്? എന്നിട്ട് ഒരു പോയിന്റ് ആവുമ്പോൾ 23% തോന്നുന്നു. ഒരു പോയിന്റ് ആവുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, സ്റ്റോപ്പ്, ഇനി ഞാൻ പറഞ്ഞോളാം, ഇനി ഞാൻ അധികാരം ഏറ്റെടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതങ്ങ് കയറിപ്പോയി അനീഷിൻ്റെത് 42.7 പോയി നിൽക്കുന്നുണ്ട്. 42.7% വോട്ട് ഷെയർ ആണ് അനീഷിനുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. 42.7. അനുമോളുടെ എത്രയാണെന്ന് എനിക്കറിയില്ല. അനുമോളുടെ 45 50 ഒക്കെ ആയിരിക്കാം. അത് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. നേരിയ വ്യത്യാസമാണ്, വെറും 1-2% വ്യത്യാസമാണ്. അല്ലെന്ന് ആര് പറഞ്ഞാലും അവരെ നമ്പരുത്. അവരൊക്കെ ഈ വെള്ള പൂശാൻ വേണ്ടി ഇരിക്കുന്ന ടീംസാണ്. നേരിയ വ്യത്യാസത്തിലാണ് അനുമോള് ഈ സീസന്റെ വിജയകിരീടം എടുത്തിരിക്കുന്നത്. എന്താണ് പറയുക, ഇതൊരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുത്ത് നമ്മളങ്ങ് വിടുകയാണ്. ഇത് ആ രീതിയിൽ കരഞ്ഞു മെഴുകി അങ്ങ് ജയിച്ചു, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് എല്ലാ ട്രെൻഡുകളും സൃഷ്ടിച്ച, എല്ലാ ട്രെൻഡുകൾക്കും അതീതമായ ഒരു വിന്നർ അത് അനീഷ് തന്നെയാണ്. എപ്പോഴും ഡ്വെല്ലിംഗ് ഇൻ അവർ ഹാർട്ട്, ജനഹൃദയങ്ങളിൽ എപ്പോഴും അനീഷ് തന്നെയായിരിക്കും വിജയ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആരൊക്കെ ഏതൊക്കെ പ്രമുഖനല്ല എന്ന് പറഞ്ഞാലും അതാണ് സത്യം. കാരണം ഒരു സാധാരണക്കാരൻ വന്നു നിന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാധാരണക്കാരൻ കൃഷിയും പുസ്തകമെഴുത്തും പുസ്തക വായനയും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ബുദ്ധിജീവി, അങ്ങനെ ഒരാൾ വന്നു നിന്നിട്ട് ഇത്രയും സെലിബ്രിറ്റികൾക്കെതിരെ നിന്ന് കളിച്ചൊറ്റയ്ക്ക് പോരാടി ഈ സീസണിന്റെ റണ്ണറപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. അത് 1 മില്യൺ ഫോളോവേഴ്സും 11 ലക്ഷം ഫോളോവേഴ്സും, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. 11 ലക്ഷം ഫോളോവേഴ്സും അതിനൊത്ത നല്ല സെറ്റപ്പ് PR ടീമും വേറുള്ളവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങള് ഇട്ടുകൊടുക്കുന്ന നല്ല മികച്ചൊരു കണ്ടസ്റ്റന്റും സെലിബ്രിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീസണിൽ വന്നു നിന്നിട്ട് ഒരു സാധാരണക്കാരൻ പ്രേക്ഷകരുടെ മാത്രം വോട്ട് നേടി ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, 42% വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. അങ്ങനെ ഒരാള് വന്ന് നിന്ന് കളിച്ച് നേടി അയാൾ വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അനീഷ് അവിടെ നേടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? അനീഷിനോട് ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പറയുമ്പോഴും അനീഷ് ഓരോ കാര്യം പറഞ്ഞു കഴിയുമ്പോഴും അവര് വേദി വെച്ചിട്ട് ഗാലറിയിൽ നിന്ന് കയ്യടിയും ആർപ്പുവിളിയായിരുന്നു. പൂരത്തിന് സമാനമായ എൻവയോൺമെന്റ് ആയിരുന്നു അവിടെ. അനീഷെങ്ങാനും ജയിക്കുമായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. PR എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഇത് നല്ല രീതിയിൽ ചെയ്തോട്ടെ, ഒരാളെ പൊക്കിക്കൊണ്ട് വരാൻ അല്ലെങ്കിൽ ഒരാളെ ഡിഫെൻഡ് ചെയ്യാൻ ഇവർ ചെയ്തോട്ടെ. പക്ഷെ മറ്റൊരാളെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, മറ്റൊരാളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, ഡീഫെയിം ചെയ്തുകൊണ്ട് ഇവർ എന്തുകൊണ്ട് PR ചെയ്യുന്നു? അതിനെതിരെയാണ് നമ്മളടക്കം ഒരുപാട് പേര് സംസാരിക്കുന്നത്. അത് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആ കാര്യം ബിഗ് ബോസ് ഉള്ളിടത്തോളം കാലം, നമ്മളൊക്കെ ബിഗ് ബോസ് കാണുന്നിടത്തോളം കാലം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ത് എക്കോസിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇതൊക്കെ തുറന്ന് കാട്ടുകയും ചെയ്യും. അപ്പൊ എന്തായാലും അനീഷിന് അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റ്സ്. ലേഡി ബിഗ് ബോസിന് വീണ്ടും കൺഗ്രാറ്റ്സ്. ബൈ.